അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിലെ നാലാമത്തെ പാർട്ടായിട്ടുള്ള മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ഭാഗത്തിലെ നാഫെഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാഫെഡ് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ ദേശീയ തലത്തിലെ അപ്പെക്സ് സൊസൈറ്റിയെ പറയുന്ന പേരാണ് നാഫെഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം. ഇതിന്റെ നല്ല ഏതിന്റെയും ഫുൾ ഫോമുകളെല്ലാം പഠിച്ചു പോകണം. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുഴുവനായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ഞാൻ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും ഇതിലില്ലാത്ത ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തെഴുതി നിങ്ങൾ പഠിക്കണം. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. ദേശീയ തലത്തിലെ മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ അപ്പെക്സ് സ്ഥാപനമാണ് നാഫെഡ്. എന്താണ് നാഫെഡ് സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞാല് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. എന്താണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് നാഫെഡ് എന്ന് പറയുന്നത്. നാഫെഡ് സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഫുൾ ഫോം എഴുതി തന്നെയാണ് പഠിക്കുക. അപ്പൊ എന്താണ്, മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ ദേശീയ തലത്തിലുള്ള അപ്പെക്സ് സ്ഥാപനമാണ് നാഫെഡ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം കേരളത്തിലെ മാർക്കറ്റ് ഫെഡിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ദേശീയ തലത്തിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് നാഫെഡ് എന്ന് പറയുന്നത്. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. National Cooperative Marketing Federation was established on 2nd October 1958 to promote the trade of agricultural produce and forest resources across the nation. അതായത് നാഫെഡ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ അപ്പെക്സ് സ്ഥാപനമായിട്ടുള്ള നാഫെഡ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനമായ ഒക്ടോബർ 2-ന് 1958 ഒക്ടോബർ 2-നാണ് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. രാഷ്ട്രപിതാവിന്റെ അല്ലെ മഹാത്മാഗാന്ധിന്റെ ജന്മദിനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഫെഡ് ആണ്. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2nd October 1958. എന്തിനു വേണ്ടിയിട്ടാണ് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാല് ടു പ്രൊമോട്ട് ദ ട്രേഡ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആൻഡ് ഫോറസ്റ്റ് റിസോഴ്സസ് അക്രോസ് ദ നേഷൻ. എന്താണ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ കാർഷികപരമായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ആ പ്രൊഡക്ഷന്റെ ട്രേഡുകൾ നടത്തുന്നതിനും അതുപോലെ തന്നെ ഫോറസ്റ്റിലുള്ള വനവിഭവങ്ങളുടെ ട്രേഡുകൾ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് നാഫെഡ് രൂപീകരിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ദേശീയ തലത്തിലുള്ള മാർക്കറ്റിംഗ്, അതായത് അഗ്രികൾച്ചർ സംഭവങ്ങളുടെയും അതുപോലെ വനവിഭവങ്ങളുടെയും മാർക്കറ്റിംഗ് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. ദേശീയ തലത്തിലെ അപ്പെക്സ് സ്ഥാപനമായ മാർക്കറ്റിംഗ് നാഫെഡിന്റെ നിർദ്ദേശാനുസരണമാണ് സംസ്ഥാന തലങ്ങളിലെ അപ്പെക്സ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് ആവശ്യമായ സഹായങ്ങളും അതുപോലെ മാർഗനിർദ്ദേശങ്ങളും ഫിനാൻഷ്യൽ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നത് ദേശീയതല അപ്പെക്സ് സ്ഥാപനമായ നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതായത് നാഫെഡ് ആണ്. നാഫെഡ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1958 ഒക്ടോബർ 2-ാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2-നാണ് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏത് വർഷമാണ്? 1958-ലാണ് വർഷം. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചതിന്റെ പോലെ ഡേറ്റ് അടക്കം പഠിക്കണം. നാഫെഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. ഹെഡ് ഓഫീസ് ഓഫ് ദ നാഫെഡ് ഈസ് അറ്റ് ന്യൂഡൽഹി. ഹെഡ് ഓഫീസ് ഓഫ് ദ നാഫെഡ് ഈസ് അറ്റ് ന്യൂഡൽഹി. നാഫെഡിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. NAFED was set up with the object to promote cooperative marketing of agricultural produce to benefit the farmers. നാഫെഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നാഫെഡ് രൂപീകരിക്കുന്നതിന് എന്ത് ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹകരണ മേഖലയിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ മാർക്കറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നടത്തിയാൽ എന്താണ്? അതുകൊണ്ട് കൃഷിക്കാർക്ക്
ഉന്നമനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നാഫെഡ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നാഫെഡ് എന്തിനാ വേണ്ടിയിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, കർഷകർക്ക് എങ്ങനെയുള്ള ഉന്നമനത്തിന് വേണ്ടി, അവരുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസുകൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനമാണ് നാഫെഡ് എന്ന് പറയുന്നത്. അപ്പൊ നാഫെഡ് വാസ് സെറ്റപ്പ് വിത്ത് ദി ഓബ്ജക്ട് ടു പ്രൊമോട്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ടു ബെനിഫിറ്റ് ദി ഫാർമേഴ്സ്. NAFED was set up with the object to promote cooperative marketing of agricultural produce to benefit the farmers. NAFED is the apex organization of marketing cooperatives of agricultural produce in India. ഇന്ത്യയിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിന്റെ അതായത് എന്താണ് മാർക്കറ്റിംഗ് സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് സ്ഥാപനമാണ് നാഫെഡ് എന്ന് പറയുന്നത്. നാഫെഡ് എന്താണ്? നാഫെഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിപണന സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് സ്ഥാപനമാണ്. ദേശീയ തലത്തിലുള്ള വിപണന സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് സ്ഥാപനമാണ് നാഫെഡ്. നാഫെഡ് ഈസ് ദി അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ. NAFED has 4 regional offices at Delhi, Mumbai, Chennai and Kolkata. Apart from 28 zonal offices in the capital of states and important cities. നാഫെഡിന് 4 റീജിയണൽ ഓഫീസുകളുണ്ട്. 4 റീജിയണൽ ഓഫീസുകളുണ്ട്. അതെവിടെയൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. എവിടെയൊക്കെയാണ് 4 റീജിയണൽ ഓഫീസുകളുള്ളത്? ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. നാഫെഡിന് എത്ര റീജിയണൽ ഓഫീസുകളുണ്ട്? 4 റീജിയണൽ ഓഫീസുകളാണ് നാഫെഡിനുള്ളത്. എത്ര റീജിയണൽ ഓഫീസുകളുണ്ട്? 4 റീജിയണൽ ഓഫീസുകൾ. 4 റീജിയണൽ ഓഫീസുകൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. ഈ 4 സ്ഥലങ്ങളിലായി 4 റീജിയണൽ ഓഫീസുകളാണ് നാഫെഡിനുള്ളത്. ഇത് കൂടാതെ 28 സോണൽ ഓഫീസുകളുണ്ട്. അതായത് സ്റ്റേറ്റുകളുടെ ക്യാപിറ്റൽ സിറ്റികളിലായിട്ട്, പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സിറ്റികളിലോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് സിറ്റികളിലായിട്ട് 28 സോണൽ ഓഫീസുകളും നാഫെഡിനുണ്ട്. എന്താണ്? നാഫെഡിന് എത്ര സോണൽ ഓഫീസുകളുണ്ട്? 28 സോണൽ ഓഫീസുകൾ നാഫെഡിനുണ്ട്. അപ്പൊ 4 റീജിയണൽ ഓഫീസുകളും 28 സോണൽ ഓഫീസുകളുമാണ് നാഫെഡിനുള്ളത്. NAFED was the nodal agency to implement price stabilization measure under Operation Greens, which aims to double the income of farmers by 2022. 2022 കർഷകരുടെ വരുമാനത്തെ ഇരട്ടിക്കുവാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ഗ്രീൻസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ആരംഭിച്ചു. ആ പ്രൊജക്ട് ആരാണ് അതിന്റെ നോഡൽ ഏജൻസി എന്ന് വെച്ചാൽ അത് നാഫെഡ് ആണ്. അതായത് 2022 കർഷകരുടെ വരുമാനത്തെ ഇരട്ടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് ആരംഭിച്ചതാണ്. ആ പ്രൊജക്ടിന്റെ പേരാണ് ഓപ്പറേഷൻ ഗ്രീൻസ് എന്ന് പറയുന്നത്. അതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് നാഫെഡ് ആയിരുന്നു. അതായത് അവരുടെ വില നിലവാരമൊക്കെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻകത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു ഓപ്പറേഷൻ ഗ്രീൻസ് എന്ന് പറയുന്നത്. അത് ഏത് വർഷമാണ് ആരംഭിച്ചത്? അത് 2022 അതെന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്? കർഷകർക്ക് കിട്ടുന്ന അവരുടെ വിലകളെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട്, അതായത് ഏറ്റക്കുറക്കമൊന്നുമില്ലാതെ ഒരേ നിലവാരത്തിലുള്ള വില നിലവാരം സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻകത്തെ ഡബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ഗ്രീൻസ് ആരംഭിച്ചത്. അതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് നാഫെഡ് ആണ്. NAFED came into existence in 2nd October 1958 നമ്മൾ പഠിച്ചതാണ്. 1958 ഒക്ടോബർ 2 നാഫെഡ് നിലവിൽ വന്നത്. നാഫെഡ് എന്നാണ് നിലവിൽ വന്നത്? 1958 ഒക്ടോബർ 2 NAFED came into existence in 2nd October 1958. The headquarters of NAFED is at New Delhi. നാഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് നാഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ആസാം ചൗക്കിലാണ്. ന്യൂഡൽഹിയിലെ ആസാം ചൗക്കിലാണ് നാഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിലെ ആസാം ചൗക്കിലാണ് നാഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ന്യൂഡൽഹി. ആ സ്ഥലത്തിന് ആ ഹെഡ്ക്വാർട്ടേഴ്സിനെ പറയുന്ന പേരാണ് ആസാം ചൗക്ക്. എന്താണ്? ആസാം ചൗക്ക്. ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം കേട്ടോ. നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, അതായത് എല്ലാ വിപണന സംഘങ്ങളുടെയും നാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് നാഫെഡ് എന്ന് പറയുന്നത്.
നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഫോർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ് നാഫെഡ് എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ചോദിച്ചാല് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. ഏത് ആക്ട് പ്രകാരമാണ് നാഫെഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്തായാലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണം. എനിക്കും നിങ്ങൾക്കും ഉപകാരമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കിട്ടും. അതുപോലെ തന്നെ എന്റെ വീഡിയോകൾ കൂടുതൽ പോപ്പുലറായി ആവണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ ഷെയർ ചെയ്യുകയും വേണം. നമ്മൾ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. The objectives of the NAFED is to organize, promote and develop. എന്താണ് നാഫെഡ് രൂപീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ അത് എന്തിനു പ്രൊമോഷൻ നൽകുന്നത്, അത് എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്, ഈ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നാഫെഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ്, പ്രോസസിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ, ഹോർട്ടിക്കൾച്ചറൽ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുകൾ ആയിക്കോട്ടെ, ഹോർട്ടിക്കൾച്ചറൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ എന്താണ് സ്റ്റോറേജ്, ഏറ്റവും പ്രധാനമായിട്ടാണ് സംഭരണമാണ് ആവശ്യം. അതായത് ഒരു സംഭവം ഈ പ്രൊഡക്ഷൻ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പച്ചക്കറികളായിക്കോട്ടെ, അത് കേടാവാതെ അതെങ്ങനെ സൂക്ഷിക്കണം, അതുപോലെ ഓരോ സാധനങ്ങളും എങ്ങനെയൊക്കെ സൂക്ഷിക്കാം, അത് അതിനെ കുറിച്ച് ബോധർ അതാണ് നാഫെഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? അതിന് വിപണി കണ്ടെത്തണം. കുറേ പ്രൊഡക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അതിന് വിപണി കണ്ടെത്തണം. പിന്നത്തത് എന്താണ്? പ്രോസസ്സിങ്. അതായത് നമ്മളിപ്പോ പറയുന്ന ആ പച്ചക്കറികളായിക്കോട്ടെ, മറ്റുള്ള എന്ത് സാധനങ്ങളായിക്കോട്ടെ, അത് അതേപോലെ തന്നെ വിപണനം നടത്താൻ പറ്റില്ല. ചിലതിന് ബൈ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കണം, പ്രോസസ്സുകൾ നടത്തണം. അപ്പൊ നമുക്കറിയാം, തേനാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അങ്ങനെ പൊട്ടിച്ച് അങ്ങനെ തന്നെ തേനല്ല, അതിനെ പിഴിഞ്ഞെടുത്ത് അത് ആ രീതിയിലേക്ക് പ്രോസസ്സുകൾ ചെയ്തിട്ടാണ് തേനായിട്ട് നമ്മൾ വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ചക്ക ആയിക്കോട്ടെ, ചക്കയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ചക്ക പല രീതിയിലേക്ക് ബൈ പ്രൊഡക്ട്സ് ആക്കി മാറ്റാം, വറുക്കാം. അതുപോലെ എന്താ പറയാ, ചക്ക വരട്ടിയെടുക്കാം, പായസമാക്കാം, അങ്ങനെ പല രീതിയിലാക്കാം. ഇപ്പൊ നാളികേരായിക്കോട്ടെ, അതിന് നാളികേര പാലെടുക്കാം, നാളികേരത്തിന്റെ പൗഡറുകൾ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കാം, പല രീതിയിലാക്കാം. അപ്പൊ അങ്ങനെയുള്ള ബൈ പ്രൊഡക്ട്സുകളായിട്ട് പ്രോസസ് ഒക്കെ ചെയ്തിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നാഫെഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? മാർക്കറ്റിംഗ്, പ്രോസസിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചറൽ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. മാർക്കറ്റിംഗ്, പ്രോസസിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ, ഹോർട്ടിക്കൾച്ചറൽ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ മെഷീനറി, ഇംപ്ലിമെന്റ്സ് ആൻഡ് അതർ ഇൻപുട്സ്. എന്താണ്? ഫാർമേഴ്സിന് ആവശ്യമുള്ള കാർഷിക ആവശ്യങ്ങൾക്കുള്ള മെഷീനറികള്, അതുപോലുള്ള എന്തൊക്കെയാണ് ആവശ്യമുള്ള ഇൻപുട്സുകൾ, അതെല്ലാം എത്തിച്ചു കൊടുക്കുക, അതിന്റെ വിതരണങ്ങൾ നടത്തുക എന്നുള്ളതും നാഫെഡിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ മെഷീനറി, ഇംപ്ലിമെന്റ്സ് ആൻഡ് അതർ ഇൻപുട്സ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ മെഷീനറി, ഇംപ്ലിമെന്റ്സ് ആൻഡ് അതർ ഇൻപുട്സ് എന്ന് പറയുന്ന നാഫെഡിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അടുത്ത എന്താണ്? അണ്ടർടേക്ക് ഇന്റർ സ്റ്റേറ്റ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്, ഹോൾസെയിൽ ഓർ റീറ്റെയിൽ ആസ് ദ കേസ് മേ ബി, ദ വർക്കിംഗ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, പാർട്ട്നേഴ്സ്, അസോസിയേറ്റ്സ് ആൻഡ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, പ്രോസസിംഗ് ആൻഡ് സപ്ലൈ സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. എന്താണ്? നമ്മൾ എക്സ്പോർട്ടുകൾ, ഇമ്പോർട്ടുകളും, അതുപോലെ ഹോൾസെയിൽ ആയിക്കോട്ടെ, റീറ്റെയിൽ ആയിക്കോട്ടെ, അത് അങ്ങനെയുള്ള കച്ചവടങ്ങള്, പിന്നെ എന്താണ്, കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിന് അസോസിയേറ്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പുകളായിട്ട്, അല്ലെങ്കിൽ മെമ്പർമാരുടെ അവർ അസോസിയേറ്റ് ആയിട്ടുള്ള ആളുകൾക്കുള്ള സഹായങ്ങള്, പിന്നെ ഈ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, പ്രോസസ്സിങ്ങും സപ്ലൈ ഒക്കെ എന്താണ്, ഇന്ത്യയിലെ അകത്തും പുറത്തുമായിട്ടുള്ള സപ്ലൈകൾ നടത്തുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇന്റർ സ്റ്റേറ്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, എക്സ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന നാഫെഡ് ആണ്. അതായത് ഇന്ത്യക്ക് അകത്തും പുറത്തും, സംസ്ഥാനത്തിനകത്തും പുറത്തും എല്ലാ വിധത്തിലുള്ള
ഹോൾസെയിൽ ആയിക്കോട്ടെ റീറ്റെയിൽ ആയിക്കോട്ടെയുള്ള വ്യാപാരങ്ങളെല്ലാം നടത്തുന്നത് ആ മെമ്പർമാർക്കുള്ള അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ അത് നാഫെഡ് ആണ്. അണ്ടർടേക്ക് ഇന്റർസ്റ്റേറ്റ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ് ഹോൾസെയിൽ ഓർ റീറ്റെയിൽ ആസ് ദ കേസ് മേ ബി ദ വർക്കിംഗ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പാർട്ട്നേഴ്സ് അസോസിയേറ്റ്സ് ആൻഡ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് പ്രോസസിംഗ് ആൻഡ് സപ്ലൈ ഓഫ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. എന്താണ് ഇന്റർസ്റ്റേറ്റില് എന്നുള്ള ഇമ്പോർട്ട് ആയിക്കോട്ടെ എക്സ്പോർട്ട് ആയിക്കോട്ടെ ട്രേഡുകൾ വ്യാപാരങ്ങൾ ഹോൾസെയിൽ ആയിക്കോട്ടെ റീറ്റെയിൽ ആയിക്കോട്ടെ അങ്ങനെ ഏത് രീതിയിലുള്ള വ്യാപാരങ്ങള് വിപണനങ്ങള് അതേപോലെ പ്രോസസ്സിങ് എല്ലാ രീതിയിലും സൊസൈറ്റികൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ആരാന്ന് വെച്ചാൽ നാഫെഡ് ആണ്. അത് നമ്മള് എന്താ പറയാ ഓരോ സ്റ്റേറ്റുകളിലും ചിലപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലുള്ളത് വേറെ സ്റ്റേറ്റിൽ ഉണ്ടാവില്ല, വേറെ സ്റ്റേറ്റുകൾ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ അത് സ്റ്റേറ്റ് വ്യാപാരങ്ങള് അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നാഫെഡ് ആണ്. അണ്ടർടേക്ക് ഇന്റർസ്റ്റേറ്റ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ് ഹോൾസെയിൽ ഓർ റീറ്റെയിൽ ആസ് ദ കേസ് മേ ബി ദ വർക്കിംഗ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പാർട്ട്നേഴ്സ് അസോസിയേറ്റ്സ് ആൻഡ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് പ്രോസസിംഗ് ആൻഡ് സപ്ലൈ സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഗവൺമെന്റ് ഹാസ് നോ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ നാഫെഡ്. നാഫെഡിലെ ഗവൺമെന്റിന് യാതൊരു വിധത്തിലുള്ള ഷെയറുകളോ ഇക്വിറ്റികളോ ഒന്നുമില്ല. നാഫെഡിലെ ഗവൺമെന്റിന് യാതൊരു വിധത്തിലുള്ള ഷെയറുകളൊന്നുമില്ല. ഗവൺമെന്റ് ഹാസ് നോ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ നാഫെഡ്. ഗവൺമെന്റ് ഹാസ് നോ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ നാഫെഡ്. Government has no equity participation in NAFED. Cooperative tour is the publication of NAFED. Cooperative tour is the publication of NAFED. നാഫെഡിന്റെ ഒരു പബ്ലിക്കേഷൻ ആണ് കോപ്പറേറ്റീവ് ടൂർ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ടൂർ പ്രധാനപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് ടൂർ ഇസ് ദ പബ്ലിക്കേഷൻ ഓഫ് നാഫെഡ്. നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെന്റ് ഈസ് നാഫെഡ്. നാഫെഡിന്റെ പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോഡൽ ഏജൻസിയാണ് നാഫെഡ്. അതായത് പല ടൈമിലും പ്രൈസുകൾ വ്യത്യാസം വരും. അപ്പൊ ചില സമയത്ത് കാർഷിക വിളകൾക്ക് വളരെ കുറച്ചുള്ള വില കിട്ടും. ചില സമയത്ത് നമുക്കറിയാം സവാളയ്ക്ക് ഭയങ്കരമായിട്ട് വില കുറഞ്ഞു, തക്കാളിക്ക് വില കുറയുന്നു. അപ്പൊ പല സമയത്ത് നമ്മളിങ്ങനെ കേൾക്കാറില്ല താങ്ങുവില പ്രഖ്യാപിച്ചു. ആ താങ്ങുവില പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഈ സംഭവം പറയുന്നത്. അത് ആരാണ് അതിന്റെ നോഡൽ ഏജൻസി എന്ന് വെച്ചാൽ നാഫെഡ് ആണ്. അപ്പൊ അതായത് അതിന് കർഷകർക്ക് സമാധാനകരമായിട്ടുള്ള ഒരു റേറ്റ് കിട്ടുന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രൈസ് സപ്പോർട്ട് സ്കീം എന്ന് പറയുന്നത്. അതിന് നോഡൽ ഏജൻസി എന്ന് പറയുന്നതാണ് നാഫെഡ്. നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെന്റ് ഈസ് നാഫെഡ്. നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെന്റ് ഈസ് നാഫെഡ്. നോഡൽ ഏജൻസി ഫോർ implementing price supporting scheme of government is NAFED. What is the subsidiary function of NAFED? നാഫെഡിന്റെ ഒരു സബ്സിഡിയറി ഫംഗ്ഷൻ ആണ് സപ്ലൈയിങ് അഗ്രികൾച്ചർ ഇൻപുട്സ്. നാഫെഡിന്റെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് അഗ്രികൾച്ചർ ഇൻപുട്സ് ഒക്കെ സപ്ലൈ ചെയ്യുക എന്നുള്ളത്. വാട്ട് ഈസ് ദ സബ്സിഡിയറി ഫംഗ്ഷൻ ഓഫ് നാഫെഡ്? സപ്ലൈയിങ് അഗ്രികൾച്ചർ ഇൻപുട്സ്. വാട്ട് ഈസ് ദ സബ്സിഡിയറി ഫംഗ്ഷൻ ഓഫ് നാഫെഡ്? സപ്ലൈയിങ് അഗ്രികൾച്ചർ ഇൻപുട്സ്. The place in which NAFED has established cold storage for post harvest. അതായത് നമ്മൾ ഹാർവെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം അതിന്റെ സൂക്ഷിക്കണ്ടേ, ആ സൂക്ഷിക്കുന്നതിനുള്ള കോൾഡ് സ്റ്റോറേജ് നാഫെഡിനുള്ളത് മഹാരാഷ്ട്രയിലാണ്. ദ പ്ലേസ് ഇൻ വിച്ച് നാഫെഡ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് കോൾഡ് സ്റ്റോറേജ് ഫോർ പോസ്റ്റ് ഹാർവെസ്റ്റ് മഹാരാഷ്ട്ര. The place in which NAFED has established cold storage for post harvest Maharashtra. NAFED raise short term loan through commercial paper. നാഫെഡിന് എന്തെങ്കിലുമൊക്കെ അതായത് അവരുടെ കീഴിലുള്ള പ്രവർത്തന നമ്മളുടെ മാർക്കറ്റിംഗ് സൊസൈറ്റികളൊക്കെ ഉണ്ടല്ലോ, മാർക്കറ്റ് ഫെഡ് പോലെയുള്ള സൊസൈറ്റികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ പൈസകളൊക്കെ കൊടുക്കേണ്ടി വരില്ല. അപ്പൊ അതെങ്ങനെയാണ് അതിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത് വെച്ചാൽ കൊമേഴ്സ്യൽ പേപ്പർ മുഖേനയാണ്. നാഫെഡ് റേസ് ഷോർട്ട് ടൈം ലോൺ ത്രൂ കൊമേഴ്സ്യൽ പേപ്പർ. കൊമേഴ്സ്യൽ പേപ്പർ മുഖേനയാണ് ഇവരെന്താണ് നാഫെഡ് ഷോർട്ട് ടൈം ലോണുകളൊക്കെ അതായത് അവർക്ക് ആവശ്യമുള്ള വായ്പകളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്? കൊമേഴ്സ്യൽ പേപ്പർ മുഖേനയാണ്. അതായത് ഇവര് കൊമേഴ്സ്യൽ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളിലല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഫണ്ടൊക്കെ ആവശ്യം വരും. അപ്പൊ ഷോർട്ട് ടൈം ലോണുകളൊക്കെ എടുക്കേണ്ടി വരില്ല നാഫെഡിന്. അപ്പൊ അതിന് എന്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്? കൊമേഴ്സ്യൽ പേപ്പറുകൾ മുഖേനയാണ് നാഫെഡ് ഷോർട്ട് ടൈം ലോണുകളൊക്കെ എടുക്കുന്നത്.
NAFED പ്രൊമോട്ട്സ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. NAFED അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ സഹകരണ വിപണനം സഹകരണ മേഖലയിൽ വിപണനം നടത്തുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? NAFED ആണ്. NAFED പ്രൊമോട്ട്സ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. NAFED promotes cooperative marketings of agriculture produce. NAFED is owned and run by farmers through primary marketing society. NAFED is owned and run by farmers through primary marketing societies. നാഫഡിന്റെ ഈ സഹായങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് കർഷകർക്കല്ല, അതൊക്കെ ചെയ്യുന്നത് നാഫഡ് എന്താണ്? പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റികൾ മുഖേനയാണ്. നാഫഡ് എന്താണ്? സ്റ്റേറ്റ് ലെവലിലുള്ള അപ്പെക്സ് സ്ഥാപനങ്ങൾ മുഖേന പ്രൈമറി മാർക്കറ്റ് സൊസൈറ്റികൾ മുഖേനയാണ് ഫാർമേഴ്സിന് സഹായിക്കുന്നത്. NAFED is owned and run by farmers through primary marketing societies. NAFED is owned and run by farmers through primary marketing societies. NAFED has a foreign terminal at Dubai. NAFED has a foreign terminal at Dubai. NAFED ഒരു ഫോറിൻ ടെർമിനൽ ഉണ്ട്, അത് ദുബായിലാണ്. NAFED has a foreign terminal at Dubai. NAFED has a foreign terminal at Dubai. NAFED ended foreign trade in 1962 to 1963. 1958 ഒക്ടോബർ 2 രൂപീകരിച്ച നാഫെഡ് വിദേശി വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടത് 1962-63 കാലഘട്ടം മുതലാണ്. 1962-63 ഫിനാൻഷ്യൽ ഇയർ മുതലാണ് നാഫെഡ് ഫോറിൻ ട്രേഡുകൾ ആരംഭിച്ചത്. നാഫെഡ് ended foreign trade in 1962 to 63. നാഫെഡ് എന്താണ് ഫോറിൻ ട്രേഡ് ആരംഭിച്ചത്? 1962-63 ഞാൻ ഈ പറയുന്ന ഓരോന്നും നിങ്ങൾ പഠിച്ചു തന്നെ പോകണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേട്ടും പഠിക്കുക, അതുപോലെ തന്നെ നോട്ട്സ് എഴുതിയെടുക്കുക. അതുകൊണ്ടാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. NAFED കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് അറ്റ് ന്യൂഡൽഹി. അതായത് മഹാരാഷ്ട്രയിലെ ഒരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, എന്നിട്ട് ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ന്യൂഡൽഹിയിലും ഒരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. NAFED കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് അറ്റ് ന്യൂഡൽഹി. NAFED cold storage unit at New Delhi. The government has no equity participation in the share capital of NAFED. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഗവൺമെന്റിന് നാഫെഡിന്റെ ഷെയർ ക്യാപിറ്റലിൽ ഒന്നും ഒരു equity പാർട്ടിസിപ്പേഷനും ഇല്ല. The government has no equity participation in the share capital of NAFED. NAFED has a biofertilizer plant at Indore. NAFEഡിന് ഒരു ബയോഫെർട്ടിലൈസർ പ്ലാന്റ് ഉണ്ട്, അതെവിടെയാണ്? ഇൻഡോറിലാണ്. NAFED has a biofertilizer plant at Indore. NAFED has a biofertilizer plant at Indore. നാഫെഡിന് ഒരു ബയോഫെർട്ടിലൈസർ പ്ലാന്റ് ഉണ്ട്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻഡോറിലാണ്. NAFED has 2 branches in Kerala. There are Kozhikode and Kochi. NAFED has 2 branches in Kerala. നാഫെഡിന് 2 ബ്രാഞ്ചസ് ഉണ്ട് കേരളത്തില്, അതൊന്ന് കോഴിക്കോടും ഒന്ന് കൊച്ചിയിലുമാണ്. NAFED has 2 branches in Kerala. There are Kozhikode and Kochi. നാഫെഡിന് 2 ബ്രാഞ്ചസ് കേരളത്തിലുണ്ട്, ഒന്ന് കോഴിക്കോട് ഒന്ന് കൊച്ചിയിലാണ്. ഒരു ഫെർട്ടിലൈസർ പ്ലാന്റ് ഉണ്ട്, അത് ഇൻഡോറിലാണ്. ഒരു ഫെർട്ടിലൈസർ പ്ലാന്റ് ഉണ്ട്, അത് ഇൻഡോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധുമന്ത്ര ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഹണി ഡെവലപ്ഡ് ബൈ നാഫെഡ്. മധുമന്ത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം, മധു എന്താണ്? തേനാണ്. അപ്പൊ തേൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം, അതായത് തേനുകൾ നമ്മൾ പറഞ്ഞു ഫോറസ്റ്റ് പ്രൊഡക്ഷന് നാഫെഡ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഈ തേനൊക്കെ ഉണ്ടല്ലോ, അതിന് ഡെവലപ്പ് ചെയ്ത് അതിന് എന്താണ് വിപണനമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നാഫെഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് മധുമന്ത്ര. മധുമന്ത്ര എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? നാഫെഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. മധുമന്ത്ര ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദി ഹണി ഡെവലപ്ഡ് ബൈ നാഫെഡ്. മധുമന്ത്ര ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദ ഹണി ഡെവലപ്ഡ് ബൈ ദ നാഫെഡ്. മധുമന്ത്ര നാഫെഡ്. മധുമന്ത്ര എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാഫെഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മധുമന്ത്ര എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാഫെഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മധു, ഹണി. അപ്പൊ എന്തിനുള്ളതാണ്? ഹണിക്ക് ഉള്ളതാണ്. മധുമന്ത്ര ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഹണി ഡെവലപ്ഡ് ബൈ നാഫെഡ്. Corigold is a brand name of coriander powder developed by NAFED. Corigold is a brand name of coriander powder developed by NAFED. Corigold is a brand name of coriander powder developed by NAFED. കോറിയൻഡർ പൗഡർ നമുക്കറിയാം, മല്ലിപ്പൊടി. അപ്പൊ കോറിഗോൾഡ് അല്ലെ, കോറിഗോൾഡ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മല്ലിപ്പൊടിയുടെ ബ്രാൻഡ് നെയിം ആണ് കോറിഗോൾഡ് കേട്ടോ. അത്ര ആലോചിച്ചാൽ മതി. കോറിഗോൾഡ് എന്ന് പറയുന്നത് മല്ലിപ്പൊടിയുടെ ബ്രാൻഡ് നെയിം ആണ്. അത് എന്തിന്റെയാണ്? നാഫെഡിന്റെയാണ്. ഗോൾഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വർണ്ണം ഒന്നും വിചാരിക്കണ്ട,
കോറി ഗോൾഡ് സ്വർണത്തിന്റെ കളറാണല്ല, അതുകൊണ്ടാണ് കോറി ഗോൾഡ് എന്ന് പറയുന്നത്. കോറി ഗോൾഡ് ഈസ് എ ബ്രാൻഡ് നെയിം ഓഫ് കൊറിയൻഡർ പൗഡർ ഡെവലപ്ഡ് ബൈ നാഫെഡ്. കോറി ഗോൾഡ് ഈസ് എ brand name of coriander powder developed by NAFED. Organic soil is related to NAFED. Organic soil is related with NAFED. Organic soil is related with NAFED. Organic soil എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നാഫെഡുമായിട്ട്. സോ ഓർഗാനിക് സോൾ എന്നൊക്കെ പറയുമ്പോൾ എന്തോ നമ്മളുടെ സോൾ അല്ലെ, ആത്മാവ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇത് ഓർഗാനിക്കിന്റെ ആത്മാവാണ്, ഓർഗാനിക്കിന്റെ ആത്മാവാണ് ഓർഗാനിക് സോൾ എന്ന് പറയുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാഫെഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർഗാനിക് സോൾ എന്ന് പറയുന്നത് ഒരു 90ഓളം ഓർഗാനിക് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ ഒരു പ്രൊഡക്ട്സുകളെല്ലാം കൂടിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഓർഗാനിക് സോൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട എന്താണ് ഓർഗാനിക് ആയിട്ടുള്ള ഇപ്പൊ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, അങ്ങനെയുള്ള സീഡുകൾ, ടീ, പിന്നെ എന്താണ് എന്താ പറയാ ടീ ഉണ്ട്, പിന്നെ അതുപോലെ ഫ്ലോർസ്, അങ്ങനെയുള്ള എല്ലാം 90ഓളം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ വന്ന് അങ്ങനെയുള്ള എല്ലാനും കൂടി വിൽപ്പന നടത്തുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അതിങ്ങനെ നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ വിപണന നടത്തുന്നതാണ് ഓർഗാനിക് സോൾ എന്ന് പറയുന്നത്. ഓർഗാനിക് സോൾ എന്ന് വെച്ചാൽ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഓർഗാനിക് സോൾ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അതില് മില്ലറ്റ്സ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ, അതായത് കുറച്ചും കൂടി ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർഗാനിക് സോൾ ഈസ് റിലേറ്റഡ് വിത്ത് നാഫെഡ്. ഓർഗാനിക് സോൾ ഈസ് റിലേറ്റഡ് വിത്ത് നാഫെഡ്. ഓർഗാനിക് സോൾ എന്ന് പറയുന്നത് എന്താണ്? നാഫെഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർഗാനിക് സോൾ എന്താണ്? നാഫെഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കിസാൻസി കിച്ചൺ ടാക്ക്. കിസാൻസി കിച്ചൺ ടാക്ക് റിലേറ്റ്സ് ടു നാഫെഡ്. കിസാൻസി കിച്ചൺ ടാക്ക് എന്ന് പറയുന്നത് എന്താ പറയാ, KSKT എന്ന് പറയുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഇതിന്, ഒരു എന്റർപ്രണർമാര് സ്റ്റാർട്ടപ്പ് ആണ്. സ്റ്റാർട്ടപ്പ് ആണ് കിസാൻസെ കിച്ചൺ ടാക്ക് എന്ന് പറയുന്നത്. കിസാൻസെ കിച്ചൺ ടാക്ക് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഫുഡ് പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ ഫുഡ് പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിനെയാണ് കിസാൻസെ കിച്ചൺ ടാക്ക് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഒക്കെ കൊണ്ടുവന്നിട്ട് അതിന് എന്താ പ്രോസസ് ഒക്കെ ചെയ്ത് അത് നല്ല രീതിയിൽ നല്ല മാർക്കറ്റിംഗ്, നല്ല എന്താ പറയാ, അത് ഞാൻ പറഞ്ഞ പോലെ നല്ല പാക്കിംഗ് ആയി നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണ് കിസാൻസെ കിച്ചൺ ടാക്ക് എന്ന് പറയുന്നത്. ഓർഗാനിക് സോൾ ഈസ് റിലേറ്റഡ് വിത്ത് നാഫെഡ്. ഓർഗാനിക് സോൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ നാഫെഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓർഗാനിക് സോൾ ഈസ് റിലേറ്റഡ് വിത്ത് നാഫെഡ്. ഓർഗാനിക് സോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാഫെഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർഗാനിക് സോൾ ഈസ് റിലേറ്റഡ് വിത്ത് നാഫെഡ്. ഓർഗാനിക് സോൾ എന്ന് പറയുമ്പോൾ അതൊരു ആത്മാവ് അല്ലെ, ഒരു ആത്മാവ്, ഓർഗാനിക് സോൾ. അത് പറഞ്ഞു പോയിട്ട് ഓർഗാനിക് പ്രൊഡക്ഷൻ ഒരു ആത്മാവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മില്ലറ്റ്സ് ഒക്കെ പോലെയുള്ള സംഭവങ്ങള്, അല്ലെങ്കിൽ 90ഓളം മില്ലറ്റ്സ് മാത്രല്ല കേട്ടാ, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള 90ഓളം ന്യൂ ഓർഗാനിക് പ്രൊഡക്ഷൻ, ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ഷനുകളാണ്. അതല്ലാതെ കുറെ എന്താ പറയാ ജൈവവളങ്ങൾ ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൃത്രിമ വളങ്ങളൊന്നും രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെയുള്ള ആ പ്രൊഡക്ഷനുകളുടെ ഡിസ്ട്രിബ്യൂഷനാണ്. അതാണ് ഓർഗാനിക് സോൾ എന്ന് പറയുന്നത്. 90ഓളം പ്രൊഡക്ഷൻസ് ഉണ്ട്. അതായത് 90ഓളം സാധനങ്ങൾ, ഉദാഹരണമായിട്ട് ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഫ്ലോർസ്, ടീസ്, അങ്ങനെയുള്ള പല വിധത്തിലുള്ള സീഡുകള്, മില്ലറ്റ്സുകൾ, എല്ലാ വിധത്തിലുള്ള മില്ലറ്റ്സുകൾ എല്ലാനും കൂടിയിട്ട് ഹെൽത്തി ഫുഡുകൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഓർഗാനിക് സോളില് വിപണനം നടത്തുന്നത്. അതായത് ഓർഗാനിക് സോൾ ഈസ് റിലേറ്റഡ് വിത്ത് നാഫെഡ്. കിസാൻസി കിച്ചൺ ടാക്ക് റിലേറ്റ്സ് ടു നാഫെഡ്. എന്താണ് കിസാൻസി കിച്ചൺ ടാക്ക്? കിസാൻസി കിച്ചൺ ടാക്ക് റിലേറ്റ്സ് ടു നാഫെഡ്. നാഫെഡുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് കിസാൻസി കിച്ചൺ ടാക്ക്. എന്താണ് കിസാൻസി കിച്ചൺ ടാക്ക്? അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ അതിന്, ഒരു സ്റ്റാർട്ടപ്പ് ആണ്. കിസാൻസെ കിച്ചൺ ടാക്ക് എന്നൊരു സ്റ്റാർട്ടപ്പ് ആണ്. ആ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ സാധനങ്ങളുണ്ടല്ലോ, അതിന് നല്ല രീതിയിൽ പ്രോസസ് ഒക്കെ ചെയ്ത് അതിന് നല്ല എന്താ പറയുക, നല്ല പാക്കിംഗ് ഒക്കെ ആക്കി നല്ല രീതിയിൽ
ഒരു സ്റ്റെബിലിറ്റി, പ്രൈസ് സ്റ്റെബിലിറ്റി ഒക്കെ വരുത്തുന്ന വിധത്തില് വിൽക്കുന്നതാണ് കിസാൻ സെ കിച്ചൺ ടാക്ക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സസ്റ്റൈനബിലിറ്റി ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് കർഷകരുടെ സസ്റ്റൈനബിലിറ്റി ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് കിസാൻ സെ കിച്ചൺ ടാക്ക് എന്ന് പറയുന്നത്. PSS പ്രൈസ് സപ്പോർട്ട് സ്കീം റിലേറ്റ്സ് ടു നാഫെഡ്. നമുക്കറിയാം പ്രൈസ് സപ്പോർട്ട് സ്കീം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നാഫെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നാഫെഡ് ആണ് സൂക്ഷിക്കുന്നത്. അത് ഫ്ലക്ച്വേഷൻ ഒക്കെ വരുമ്പോൾ, പ്രൈസ് പ്രശ്നങ്ങൾ വരുമ്പോൾ വിപണിക്ക് ഒന്ന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് രൂപീകരിക്കും. ആ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചത്, നാഫെഡുമായിട്ടാണ്. Price stabilization fund relates to NAFED. Price stabilization fund relates to NAFED. Farmers cooperatives relates to NAFED. Farmers cooperatives relates to NAFED. Farmers cooperatives എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നാഫെഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Farmers cooperatives relates to NAFED. Farmers cooperatives relates to NAFED. മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതും നാഫെഡ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം റിലേറ്റഡ് ടു NAFED. Market intervention scheme related to NAFED. Procurement. Procurement of അതിൽ മുമ്പ് ഇത് നോക്കാണ്ട്. ചെയർമാൻ ഓഫ് നാഫെഡ് വിജേന്ദർ സിംഗ്. ചെയർമാൻ ഓഫ് നാഫെഡ് ആരാണ്, വിജേന്ദർ സിംഗ്. ചെയർമാൻ ഓഫ് നാഫെഡ് വിജേന്ദർ സിംഗ്. നാഫെഡിന്റെ ചെയർമാൻ ആരാണ്, വിജേന്ദർ സിംഗ്. ദ മാനേജ്മെന്റ് ഓഫ് നാഫെഡ് വർക്ക്സ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. നാഫെഡിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. ചെയർമാൻ എന്ന് പറയുന്നത് വിജേന്ദ്ര സിംഗ് ആണ് ഇപ്പോഴത്തെ ചെയർമാൻ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഉൾപ്പെടുന്നതാണ്. ബോർഡ് ഈസ് സപ്പോർട്ടഡ് ബൈ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് ബിസിനസ് കമ്മിറ്റി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 2 കമ്മിറ്റികളായിട്ടാണ് തിരിച്ചിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ബിസിനസ് കമ്മിറ്റിയും. ബോർഡിന് സപ്പോർട്ട് ചെയ്യാൻ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, ഒന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മറ്റൊന്ന് ബിസിനസ് കമ്മിറ്റിയും. ചെയർമാൻ ഓഫ് നാഫെഡ് വിജേന്ദ്ര സിംഗ്. ദ മാനേജ്മെന്റ് ഓഫ് നാഫെഡ് വെസ്റ്റ് ഇൻ board of directors which includes the chairman and managing director. The board is supported by 2 standing committees, executive committee and business committee. The board is supported by 2 standing committees, executive committees and business committees. Board of directors of NAFED consists of 21 members and there shall be 4 functional directors. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പർമാരുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പർമാരുണ്ട്. അതുകൂടാണ്ട് 4 ഫങ്ഷണൽ ഡയറക്ടേഴ്സ് ഉണ്ട്. 4 ഫങ്ഷണൽ ഡയറക്ടേഴ്സും ഉണ്ട്. നാഫെഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പർമാരും അതുകൂടാണ്ട് 4 ഫങ്ഷണൽ ഡയറക്ടേഴ്സും ഉണ്ട്. അപ്പൊ ചെയർമാൻ എന്ന് പറയുന്നത് വിജേന്ദ്ര സിംഗ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതിൽ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും ഉൾപ്പെടുന്നു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതുപോലെ ബിസിനസ് കമ്മിറ്റി എന്ന് പറയുന്നതുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പർമാരാണുള്ളത്. അതിൽ 4 ഫങ്ഷണൽ ഡയറക്ടേഴ്സും ഉണ്ട്. ക്രിപ്കോ ഈസ് എ മെമ്പർ ഓഫ് നാഫെഡ്. നാഫെഡിന്റെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് ക്രിപ്കോ എന്ന് പറയുന്നത്. ക്രിപ്കോ ഈസ് എ മെമ്പർ ഓഫ് നാഫെഡ്. ക്രിപ്കോ ഈസ് എ member of NAFED. Cripco is a member of NAFED. NCCF has membership in NAFED. NCCF ന് നാഫെഡിൽ മെമ്പർഷിപ്പ് ഉണ്ട്. NCCF നും നാഫെഡിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ക്രിപ്കോയും മെമ്പറാണ്, NCCFും മെമ്പറാണ്. Procurement of agriculture commodities is the core competence of NAFED. നാഫെഡിന്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നാഫെഡിന്റെ പ്രധാനപ്പെട്ട കോർ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൊക്യൂർമെന്റ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ആണ്. അഗ്രികൾച്ചർ കമ്മോഡിറ്റികളുടെ പ്രൊക്യൂർമെന്റ് ആണ്, സംഭരണമാണ്. പ്രൊക്യൂർമെന്റ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ഈസ് ദ കോർ കോമ്പിറ്റൻസ് ഓഫ് ദി നാഫെഡ്. പ്രൊക്യൂർമെന്റ് അതാണ് നാഫെഡിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. Procurement of agricultural commodities is the core competence of the NAFED. NAFED is one of the central agencies for procurement of pulses and onion under price stabilization fund scheme of government of India. നാഫെഡിന് ഒരു സെൻട്രൽ ഏജൻസി ഉണ്ട്. എന്തിനാണ്, ധാന്യങ്ങളും അതുപോലെ ഓനിയനും പ്രൊക്യൂർ ചെയ്യാൻ, സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് എന്ത് സ്കീമിന്റെ ഇതിലാണെന്ന് വെച്ചാൽ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിന്റെ സ്കീമിനനുസരിച്ചിലാണ് അത് രൂപീകരിച്ചിട്ടുള്ളത്.
NAFED is one of the central agencies for procurement of pulses and onion under Price Stabilization Fund (PSF) scheme of Government of India. NAFED is one of the central agencies for procurement of pulses and onion under the Price Stabilization Fund scheme of Government of India. NHRDF was founded by NAFED in 3rd 3rd November 1977. NHRDF was founded by NAFED in 3rd November 1977. NHRDF was founded by NAFED in 3rd November 1977. NHRDF എന്നാണ് ഫൗണ്ട് ചെയ്തത് 1977 നവംബർ 3-ാം തീയതിയാണ്. 1977 നവംബർ 3-നാണ് നാഫഡിന്റെ NHRDF ഫൗണ്ട് ചെയ്തത്. NHRDF എന്ന് വെച്ചാൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ. NHRDF നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ. NAFED was entrusted with the task of supplying milled cleaned pulses to state union territories governments under the Pradhan Mantri Garib Kalyan and Yojana and Atmanirbhar Bharat schemes announced by the Government of India 2020. NAFED എന്താണ്? NAFED മിൽഡ് അല്ലെങ്കിൽ മില്ലിൽ നിന്ന് അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ടുള്ള ധാന്യങ്ങളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും യൂണിയൻ ടെറിട്ടറീസുകൾക്കും ഒക്കെ കൊടുക്കുന്നത് എന്തിന്റെ കീഴിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഗാരിബ് കല്യാൺ ആൻഡ് യോജന PMGKAY. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. അന്ന യോജന എന്നുള്ളതാണ് അന്ന യോജന. പ്രധാനമന്ത്രി ഗാരിബ് കല്യാൺ അന്ന യോജന. പ്രധാനമന്ത്രി ഗാരിബ് കല്യാൺ അന്ന യോജന. പിന്നെ Adam Nirbhar Bharat, ANB, Adam Nirbhar Bharat schemes announced by the Government of India in March 2020. Government of India ഈ സ്കീമുകൾ കൊണ്ടുവന്നത്. അതിന്റെ ഇതിലെന്താണ് NAFED എന്ത് ചെയ്യുന്നു? മിൽഡ് ഓർ ക്ലീൻഡ് പൾസസ് സ്റ്റേറ്റ് ഗവൺമെന്റിനും യൂണിയൻ ടെറിട്ടറീസിനും ഒക്കെ വിതരണം നടത്തുന്നു. NAFED was entrusted with the task of supplying milled or cleaned pulses to state or union territories governments under the Pradhan Mantri Garib Kalyan Anna Yojana PMGKY and Adam Nirbhar Bharat ANB schemes announced by the Government of India in March 2020. In one of the major initiatives towards doubling the farmers' income, the Honorable Prime Minister Narendra Modi has launched the National Animal Disease Control Program NADCP for eradicating the foot and mouth disease and brucellosis is prevalent in livestock. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഇൻകം ഡബിൾ ചെയ്യാൻ വേണ്ടി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തതാണ് നാഷണൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം NADCP for eradicating the foot and mouth disease of FMD and brucellosis prevalent in livestock. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ പറയുക കൃഷിക്കാരുടെ ഇൻകം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു പ്രൊജക്റ്റ് ആണ് നാഷണൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അതായത് നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ള അനിമലുകൾ വളർത്തുമൃഗങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് അസുഖങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് അവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റ് ആണ് അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം NADCP for eradicating the foot and mouth disease. അവർക്ക് ഫൂട്ടിലും കുളമ്പ് രോഗം എന്നൊക്കെ പറയില്ല, അതും മൗത്ത് ഡിസീസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം രൂപീകരിച്ചിട്ടുള്ളത്. NADCP എന്ന് വെച്ചാൽ നാഷണൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ട്ടോ. NADCP was launched on 11th September 2019 from Mathura in Uttar Pradesh. This program aims at vaccinating over 500 million livestock in the country. NADCP എന്ന് പറയുന്ന പ്രൊജക്ട് 2019 സെപ്റ്റംബർ 11 മധുരയിൽ, ഉത്തർപ്രദേശിലെ മധുരയിലാണ് ലോഞ്ച് ചെയ്തത്. NADCP was launched on 11th September 2019 from Mathura in Uttar Pradesh. This program aims at vaccinating over 500 million livestock in the country. രാജ്യത്ത് ആകമാനമുള്ള 500 മില്യൺ ലൈവ് സ്റ്റോക്കിന് വാക്സിനേറ്റ് ചെയ്യാനാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിട്ടിരുന്നത്.
NADCP എന്നാണ് ആരംഭിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11th September 2019 അത് എന്തിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? രാജ്യത്തുള്ള എല്ലാ മൃഗങ്ങളെ വാക്സിനേറ്റ് ചെയ്യുന്നതിനാണ്. NAFED was appointed as Program Logistic Agency PLA for NADCP, the prestigious national mission on nomination basis 30th October 2019. അതായത് നാഫഡ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് NADCPക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം തുടങ്ങി. ഒരു ആ പ്രോഗ്രാമിന് അപ്പോയിന്റ് ചെയ്തു. ആ മിഷൻ ആരംഭിക്കുന്നതിന് അപ്പോയിന്റ് ചെയ്ത പ്രോഗ്രാം എന്താണ്? ഇതിനെ അപ്പോയിന്റ് ചെയ്തു. ആ ഒരു NADCPയുടെ മിഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ വാക്സിനേഷൻ നടത്തുന്ന മിഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമാണ് പ്രോഗ്രാം ലോജിസ്റ്റിക് ഏജൻസി മുഖേനയാണ് ആ പ്രോഗ്രാം നടത്തിയത്. നാഫഡ് ഒരു NADCPയുടെ ഈ 500 മില്യൺ ലൈവ് സ്റ്റോക്കിനെ വാക്സിനേറ്റ് ചെയ്യുന്നുള്ള ഈ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇതിനെ അപ്പോയിന്റ് ചെയ്തു. അതാണ് പ്രോഗ്രാം ലോജിസ്റ്റിക് ഏജൻസി. നാഫഡ് വാസ് അപ്പോയിന്റഡ് ആസ് പ്രോഗ്രാം ലോജിസ്റ്റിക് ഏജൻസി for NADCP, the prestigious national mission on a nomination basis 30th October 2019. NAFED is a nodal state agency on behalf of Food Corporation of India and state governments under decentralized procurement scheme for procurement of wheat and paddy at MSP. അതായത് എന്താ പറയുന്നത്, നാഫഡ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് കോർപ്പറേഷന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ എന്താണ് ഒരു നോഡൽ ഏജൻസിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? അവര് സംഭരണത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ, മറ്റുള്ള പ്രൊക്യൂർമെന്റിന് വീറ്റിന്റെ പാടിന്റെ ഒക്കെ മിനിമം സപ്പോർട്ട് പ്രൈസിലൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അതായത് കേന്ദ്രീകരണ രീതിയിൽ വികേന്ദ്രീകരണമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു സെൻട്രൽ ഏജൻസിയിൽ മാത്രമല്ല എല്ലാവർക്കും എത്തിക്കുന്ന രീതിയിലുള്ള ഒരു നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് നാഫഡ്. അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കീഴിലുള്ള ഒരു പ്രോഗ്രാമാണ് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്, സ്കീം എന്ന് പറയുന്നത് DCP. ആ DCP എന്തിനു വേണ്ടിയിട്ടാണ്? മിനിമം സപ്പോർട്ട് പ്രൈസിൽ പാഡിയും വീറ്റും ഒക്കെ പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ടാണ്. അതിന് നോഡൽ ഏജൻസി എന്ന് പറയുന്നത് നാഫഡ് ആണ്. NAFED is the nodal agency to implement price stabilization measure under Operation Green, which aims to double the income of farmers by 2022. നമ്മൾ ഓപ്പറേഷൻ ഗ്രീൻ നേരത്തെ ഞാൻ പറഞ്ഞെന്ന കാര്യമാണ്. അപ്പൊ NAFED is the nodal agency to implement the price stabilization measures under Operation Green, which aims to double the income of farmers by 2022. അപ്പൊ നമ്മൾ നാഫഡ് എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. നാഫഡ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ നോഡൽ ഏജൻസിയാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ കൊണ്ടിരുന്ന പ്രൈസ് സപ്പോർട്ട് സ്കീമിനൊക്കെ ഉള്ള നോഡൽ ഏജൻസി. അപ്പൊ നാഫഡ് ഒരു നോഡൽ ഏജൻസിയാണ്, ദേശീയ തലത്തിലുള്ള നോഡൽ ഏജൻസിയാണ് നാഫഡ്. അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലൈസേഷൻ നടത്തുന്ന അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് രൂപീകരിക്കുന്നു, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊണ്ടുവരുന്നു, പ്രൈസ് സപ്പോർട്ട് സ്കീം കൊണ്ടുവരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന നാഫഡ്. അതുപോലെ നാഫഡിന്റെ പ്രധാനപ്പെട്ട എന്താണ്? ഓർഗാനിക് സോൾ എന്ന് പറയുന്നത് നാഫഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ നാഫഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. നാഫഡ് എന്ന് പറയുന്നത് എന്താണ്? നാഫഡ് പൊതുവെ പറയുകയാണെങ്കിൽ ദേശീയ തലത്തിലുള്ള വിപണന സംഘങ്ങളുടെ സ്ഥാപനമാണ് നാഫഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പച്ചവെള്ളം പോലെ തന്നെ പഠിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്ന, നിങ്ങൾ എന്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യം ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യും പ്ലീസ്. ശരി, ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും